ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഈ അധ്യായത്തിൽ മാതൃകാപരമായ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടി പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായി ഇവിടെ പറയുന്നു. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരായിരിക്കണം. മിതത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ ധാരാളിത്വം ഒഴിവാക്കുക. നമുക്കറിയാം, ഇന്നും പല കുടുംബങ്ങളും ദാരിദ്ര്യത്തിലും കടക്കണിയിലും ചെന്ന് പെടുന്നത് വരവ് നോക്കാതെയുള്ള ചിലവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മിതത്വം വിശ്വാസികൾ പാലിക്കണം. 2, ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കണം. എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം ആലോചിച്ച് അവർ പ്രവർത്തിക്കേണ്ടവരാണ്. വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുവാൻ ഉള്ളവരല്ല മനുഷ്യൻ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏതാണല്ലോ, ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവാണ്. അതുകൊണ്ട് അവർ ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കണം. പിന്നെ പറയുന്നു, വിവേകികളായിരിക്കണം. വിവേകം എന്ന് പറയുന്നത് അറിവിനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ, നന്മയുളവാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇതാണല്ലോ. മൃഗങ്ങൾക്ക് വിവേകമില്ല, പക്ഷെ മനുഷ്യന് ഉണ്ടാകണം. എന്നാൽ മനുഷ്യനേക്കാൾ വിവേകപരമായി പല ജീവികളും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമുള്ള മനുഷ്യൻ പൂർണ്ണ വിവേകത്തോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ്. പിന്നെ പറയുന്നു, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരായിരിക്കണം. വിശ്വാസം, സ്നേഹം, സഹനം, അതിനകത്തൊക്കെ നല്ല ഉറപ്പുള്ളവരായി അതിനെയൊക്കെ സന്തോഷത്തോടെ ഒക്കെ സ്വീകരിച്ച് അപ്രകാരം ഈ സമൂഹത്തിന് നന്മകളെ പ്രദാനം ചെയ്യുന്നവരായി പുരുഷന്മാർ ജീവിക്കണം. ഇനി പറയുന്ന 3 മുതലുള്ള വാക്യങ്ങൾ സ്ത്രീകളോട് പറയുന്നു. പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം അവർ പെരുമാറണം. അവരുടെ സംസാര രീതി ഭർത്താവിനോടായാലും മക്കളോടായാലും അല്ലെങ്കിൽ പുറത്തുള്ളവരോടായാലും സഭയിലായാലും അവർ വിവേകപൂർവം ആദരപൂർവം സംസാരിക്കുവാനും പെരുമാറുവാനും സാധിക്കണം. 2ാമത് പറഞ്ഞത് പരദൂഷണം ഒഴിവാക്കണമെന്നാണ്. പരദൂഷണമാണ് ഏറ്റവും വലിയ ഒരു പാപമാണ്. ധാരാളം ആളുകളുടെ ജീവിതത്തെ ക്ലേശപൂർണമായ അവസ്ഥയിലേക്ക് വഴി നടത്തുന്ന പരദൂഷണം ഒരു കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ പലപ്പോഴും സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടാവുക. അത് സ്ത്രീകൾ ഒഴിവാക്കേണ്ടതാണ്. അക്കാലങ്ങളിൽ സ്ത്രീകൾ മദ്യപിക്കുന്ന രീതി ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ മദ്യപാനത്തിന് അടിമകളാകാതിരിക്കാൻ അവരെ ഉപദേശിക്കണം. ആധുനിക കാലത്ത് നമുക്കറിയാം, പുരുഷന്മാരാണ് കൂടുതൽ മദ്യപിക്കുന്നവരെ. പക്ഷേ ആ കാലത്ത്, പൗലോസിന്റെ കാലത്ത്, ആ സ്ഥലത്ത് സ്ത്രീകൾ കൂടുതൽ മദ്യപിക്കുന്നവരായിരുന്നായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നു. അവർ നല്ല കാര്യങ്ങൾ കുട്ടികളെയും ഒക്കെ അവർ പഠിപ്പിക്കുകയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കുകയും വിവേകവും ചാരിത്രശുദ്ധിയും, ആ ചാസ്റ്റിറ്റി, അത് കാത്ത് അവർ പരിപാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് അവർ വിധേയത്വമുള്ളവരായിരിക്കണം, ദയാശീലമുണ്ടാകണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സ്ത്രീകളോട് ആവശ്യപ്പെടുന്നു. പിന്നെ പറയുന്നത്, യുവതികളെ അവർ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭവനത്തിലുണ്ടാകുന്ന പെൺമക്കളെ അവർ മറ്റൊരു ഭവനത്തിലേക്ക് പോകേണ്ടവരാണ്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് അമ്മയാണ് ഏറ്റവും കൂടുതൽ മക്കളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അമ്മമാരോട് പറയുന്നത്, നിങ്ങളുടെ യുവതികളെ അവർ പരിശീലിപ്പിക്കണമെന്ന് പറയാൻ കാരണം. അപ്പം പിന്നീട് അദ്ദേഹം പറയുന്നു, യുവാക്കളോട് ഉള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പൗലോസ് പറയുന്ന ഇതാണ്,
ആത്മനിയന്ത്രണം പാലിക്കുവാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കണം. യൗവനം ഏറ്റവും കൂടുതൽ പാപം ചെയ്യാൻ അവസരമുള്ള ഒരു കാലഘട്ടമാണ്. ഏത് കാര്യങ്ങളും തീവ്രമായി പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ആ സന്ദർഭങ്ങളിൽ ആത്മനിയന്ത്രണം ഉണ്ടാകണം. അത് പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ ഒക്കെ മാത്രമേ നമുക്കും ആത്മനിയന്ത്രണം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വളരെ പ്രകോപിതമായി വളരെ വേഗം നമ്മൾ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യുവാക്കളോട് പ്രത്യേകം പറഞ്ഞത് ആത്മനിയന്ത്രണം പാലിക്കണം. പിന്നെ എല്ലാ വിധത്തിലും അവർ സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കണം. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി അതിൽ വേണം അവർ തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം തീത്തോസിന് പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധത, ഗൗരവബോധം, ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതി പ്രകടമാക്കണം. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇത് ഗൗരവപൂർവ്വം അതെടുക്കേണ്ടതായ ഒരു കാര്യമാണ്. അവർ ചെയ്യുന്നതായ ആ ശുശ്രൂഷയിൽ സത്യസന്ധതയോടും നീതിബോധത്തോടും ഗൗരവബോധത്തോടും അല്ലെങ്കിൽ നിർദോഷമായ രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാതെ ലജ്ജിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇനി അതിൻ്റെ 9-10 വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ദാസന്മാരോടുള്ള, അന്നത്തെ ആ അടിമത്ത സമ്പ്രദായം നിലനിന്ന കാലഘട്ടമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിൽ യജമാനന്മാർക്ക് വിധേയമായി അവരെ സ്നേഹിച്ച് അവരോട് നിങ്ങൾ പെരുമാറണം. അവരെ എതിർക്കുവാനും അല്ലെങ്കിൽ അവരെ കുറിച്ച് ദൂഷ്യം പറയുവാനും ഒന്നും പാടില്ല എന്ന രീതിയിൽ ആ കാര്യം അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നു. എതിർത്ത് സംസാരിക്കരുത്. അവരെ നിങ്ങൾ നിൽക്കുന്ന ആ യജമാനൊന്നും നിങ്ങൾ മോഷ്ടിക്കരുത്, അപഹരിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്കവണ്ണം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത നിങ്ങൾ പുലർത്തണം. നിങ്ങളെ ആക്കിയിരിക്കുന്ന ആ ജോലിയിൽ, ആ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് മേലധികാരിയായിട്ട് ഒരു യജമാനനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഇത് സാധിക്കണം. ഇനി അതിൻ്റെ 11 വാക്യങ്ങളിൽ ഇവിടെ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത് നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കും. ഏതാണ്? ദൈവത്തിലുള്ളതായ വിശ്വാസം. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നതായ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവുക. ലോകമോഹങ്ങളെക്കാൾ ഉപരി ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. സമചിത്തതയോടുകൂടി നീതിനിഷ്ഠയോടുകൂടി ഉള്ള ഒരു ദൈവഭക്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ, വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാൻ പൗലോസ്ലീഹ ഇവിടെ തീത്തോസിനോട് ആവശ്യപ്പെടുകയാണ്. കാരണം പിന്നെ എന്തിനാണ് കർത്താവ് ക്രൂശുമരണം അനുഭവിച്ചത്? എന്തിനാണെന്ന് 14 വാക്യങ്ങൾ പറയുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ കർത്താവ് തന്നെ ബലിയർപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. എല്ലാ തിന്മകളിൽ നിന്നും, പാപകരമായ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതും സൽപ്രവർത്തികൾ ഈ ലോകത്ത് ചെയ്യുന്നതിന് തീഷ്ണതയുള്ളവരുമായി ഒരു ജനതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം യഹൂദ സഭയിലെ ദൈവം, ആ ഒരു ഉദ്ദേശത്തിലൂടെ യഹൂദ സഭയെ ദൈവം പഴയ നിയമത്തിൽ വേർതിരിച്ചു. പക്ഷേ അവരുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റിയില്ല. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് വന്ന ക്രൈസ്തവ സമൂഹത്തെ വേർതിരിച്ചാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തീത്തോസിനോട് പൗലോസ്ലീഹ പറയുന്നു, അദ്ദേഹം ആയിരിക്കുന്ന ആ സഭയിലെ ജനങ്ങളെ ആ രീതിയിൽ പരിശീലിപ്പിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അവരെ പ്രബോധിപ്പിക്കുക. നമുക്കും ഈ പൗലോസ്ലീഹയുടെ ഈ ഉപദേശത്തെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയെങ്കിലും അപ്രകാരം ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.